ഡിജോ കാപ്പൻ പൊതുപ്രവർത്തകൻ കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡിജോ കാപ്പൻ, നോക്കൂ, നമ്മൾ ഈ തീർത്തും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശുഭേന്ദ്ര നാരായൺ ചൂണ്ടിക്കാണിച്ചതുപോലെ. കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് നടക്കാത്തത് KSRTC ബസ്സുകളുടെ പ്രധാന പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്നു. അതാണ് ഈ ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയൊക്കെ തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്നെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനാകും? അല്ല, KSRTCക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വന്നു കഴിഞ്ഞപ്പം KSRTCയുടെ വണ്ടിയുടെ ടൈപ്പ് കൂട്ടിക്കൊടുക്കുകയാണ്. നേരത്തെ 5 വർഷം വരെ ആയിരുന്നു സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ക്ലാസ് സർവീസുകൾ ഒക്കെ പെർമിറ്റ്. അത് പുതിയ വണ്ടി വാങ്ങാൻ കഴിയാത്ത 6 ആക്കി 7 ആക്കി ഇപ്പൊ അത് 8 വർഷമാക്കി. അതായത് ദിവസം ഏതാണ്ട് 500-നും 600-നും ഇടയ്ക്ക് കിലോമീറ്റർ ഓടുന്ന വാഹനങ്ങൾ 5 കൊല്ലം ഓടിക്കഴിയുമ്പം തന്നെ അത് അസ്ഥിപഞ്ചരമാകുക. പിന്നെ ആ ഡ്രൈവറോ അല്ലെങ്കിൽ ആ കണ്ടക്ടറോ അവർക്ക് വിശ്വാസമുള്ള അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ നേർച്ചയിടുന്നത് കൊണ്ട് ഇത് യഥാസ്ഥലം ചേരുന്നതാണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പൊ LDF ഗവൺമെന്റിന്റെ ഈ കാലഘട്ടത്തിൽ ആകെ വാങ്ങിയിരിക്കുന്നത് 300 ബസ്സുകളാണ്. പണ്ട് നേരത്തെ ഒരു വർഷം 300 ബസ്സുകൾ പുതിയതായി വാങ്ങുകയും ഈ ലോങ് ഡിസ്റ്റൻസ് സർവീസുകൾ സൂപ്പർ ക്ലാസ് സർവീസുകൾക്ക് ഈ വണ്ടികൾ മാറിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. ഇന്നത് പോയിട്ട് KSRTCയുടെ കയ്യിൽ ഫണ്ടില്ലാത്തത് കൊണ്ട് സ്പെയർ പാർട്സ് കിട്ടുന്നില്ല, മെയിൻ്റനൻസ് നടക്കുന്നില്ല. അപ്പം അത് ഒക്കെ ആകാം. അതായത് ജനുവരി മാസത്തിൽ 2 ബസ്സുകളാണ് പമ്പയിൽ KSRTC ബസ്സുകൾ കത്തിയ വാർത്ത നമ്മൾ കണ്ടു. തൊട്ട് മുമ്പുള്ള മാസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങീ പറഞ്ഞതുപോലെ ലൈഫ് കൂട്ടിക്കൊടുക്കുന്നു KSRTC ബസ്സിന്. KSRTCയിലെ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ ബസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനില്ലാത്ത പണത്തിന്റെ അപര്യാപ്തം, ഈ കാര്യങ്ങളൊക്കെ പൊതുജനത്തിന്റെ ജീവൻ വെച്ചിട്ടാണോ ഈ കളിക്കുന്നത് എന്നുള്ളതാണ് KSRTC. ഈ പറഞ്ഞ പോലെ ഈ അപകടമുണ്ടായി, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈവറെ തിരിച്ചറിയുകയും സമയോചിതമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തുകൊണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അങ്ങനെയല്ലായിരുന്നെങ്കിലോ, മറിച്ചായിരുന്നെങ്കിലോ? അതാ ഞാൻ പറഞ്ഞത്, ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും അവസരോചിതമായ ഇടപെടലാണ് പല അപകടങ്ങളിൽ നിന്ന് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് മെക്കാനിക്കൽ സ്റ്റാഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സ്പെയർ പാർട്സ് കിട്ടുന്നില്ലെന്നാ പറഞ്ഞ്. സ്പെയർ പാർട്സിന്റെ ഒക്കെ വാങ്ങിയ ഇനത്തിൽ വൻ കുടിശ്ശിക അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അവരും സ്വാഭാവികമായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം